കൊച്ചിയിൽ വ്യാപക ലഹരി വേട്ട എന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കറുകപ്പള്ളിയിൽ വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA പിടികൂടി. പ്രതി മുഹമ്മദ് നിഷാം അറസ്റ്റിലായിട്ടുണ്ട്. മരടിൽ 5 ഗ്രാം ഹെറോയിനും ആലുവ മുട്ടത്ത് 47 ഗ്രാം MDMAയും പിടികൂടി. കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശ്യാംകുമാർ ആൻമരിയും വിശദാംശങ്ങൾ നൽകും. ശ്യാമ, എന്തൊക്കെ വിവരങ്ങളാണ് രാവിലെ ഈ വരുന്നത്? വിവിധ കേന്ദ്രങ്ങളിൽ ശ്യാമിലേക്ക് വരുന്നതിന് മുൻപ് ആൻമരിയ ഈ കറുകപ്പള്ളിയിലെ വീട്ടിന് മുന്നിലാണ് ആൻമരിയ ഇപ്പോഴുള്ളത്. അവിടെ ഇതിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണോ? എന്തൊക്കെയാണ് ആൻമരിയ പുതിയ വിവരങ്ങൾ? ഉറപ്പായിട്ടും കാരണം സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ വിജയകുമാർ, ഈ കറുകപ്പള്ളിയിലെ വീട്ടില് പൊന്നാനി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന വ്യക്തിയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. 500 ഗ്രാം MDMA ആണ് ഈ കറുകപ്പള്ളിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഡാൻസേഴ്സ് സംഘം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഈ MDMA കണ്ടെത്തുന്നത്. ഇന്നലെ ഒരു പുലർച്ചെ 12:30 കൂടിയാണ് ഈ കറുകപ്പള്ളിയിലെ വീട്ടിലെത്തി ഈ പരിശോധന നടത്തുന്നത്. പൊന്നാനി സ്വദേശിയാണ്. ഏകദേശം 2 വർഷങ്ങളായിട്ട് കുടുംബത്തോടെ ഈ കറുകപ്പള്ളിയിലെ വീട്ടിൽ ഇയാൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ആലുവയിൽ ഒരു പ്ലാന്റ് ഉണ്ട് ഇയാൾക്ക്. അവിടെ വാട്ടർ സപ്ലൈ ആണ് ഇയാൾ പ്രധാനമായിട്ടും നടത്തുന്നത്. എന്താ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. സർ, ഇന്നലെ ഒരു വെളുപ്പിനോട് കൂടിയാണല്ലോ അല്ലേ അന്വേഷണം നടക്കുന്നതും ഇവിടെ എത്തി പരിശോധന തുടരുന്നത്? ഇന്ന് വെളുപ്പിനാണ് നമുക്ക് ഒരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വാടക താമസിക്കുകയാണ്. പൊന്നാനി സ്വദേശിയാണ്. അപ്പോൾ വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 550 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. 500 ഗ്രാമിലും അധികമാണ്. 500 ഗ്രാമിലധികമാണ്. ഇയാൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണല്ലോ. അപ്പം ഇതിന് മുൻപ് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ അങ്ങനെ എന്തെങ്കിലും കേസുകൾ എന്തെങ്കിലും? ഇയാൾ ദുബായിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. 10 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ ബിസിനസ് നടത്തുന്നത് ആലുവയിൽ. അപ്പോൾ ഇയാൾക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ മറവിലാണ് ഇയാൾ ഈ MDMA ബിസിനസ് നടത്തുന്നത്. എവിടെ നിന്നാണ് ഇത്രയധികം തോതിലുള്ള ഒരു MDMA എത്തിച്ചത് അല്ലെങ്കിൽ ഇയാൾക്ക് ലഭിക്കുന്നത്? ഇവിടെ വിൽപ്പനയാണോ? ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ സർ? ഇത് പ്രതി അന്വേഷണത്തോട് കൂടുതൽ സഹായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ ആലുവയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് തന്നെ അപ്പോൾ ഒരു ഷാജി എന്നും പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് 47 ഗ്രാം MDMA ആയിട്ട്. അതിനെ തുടർന്ന് ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇയാൾക്ക് MDMAയുടെ സെയിലുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ വീട് സെർച്ച് നടത്തി നമുക്ക് കിട്ടിയത്. ഇയാൾ MDMA എവിടെ നിന്നാണ് കിട്ടിയത് മറ്റു ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അത് കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ഇനി എളമക്കര പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കുമല്ലോ പ്രതിയെ മാറ്റുന്നത്? അതെ, എളമക്കര പോലീസ് സ്റ്റേഷനിലോട്ടാണ് മാറ്റുന്നത്. എളമക്കര പോലീസായിരിക്കും കൂടുതൽ തുടർന്നുള്ള അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ കുറച്ച് നാളുകളായിട്ട് കൊച്ചി സിറ്റിയിൽ ഈ രീതിയിൽ വലിയ തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ആലുവയിൽ 47 ഗ്രാം MDMA ആയിട്ട് ഇന്നലെ ഒരാളെ പിടികൂടുന്നു. പിന്നെ ഇന്ന് മരടിലും ഒരാളെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ വലിയ തരത്തിൽ അന്വേഷണം നടക്കുകയാണ്. മരടിൽ ഇന്ന് വെളുപ്പിന് ബ്രൗൺ ഷുഗറായിട്ട് ഒരു 5 ഗ്രാം ബ്രൗൺ ഷുഗറായിട്ട് 2 ആസാം സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ DNന്റെ ഭാഗമായിട്ട് റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഡാൻസ് ഓഫ് ടീമുകളും എല്ലാവരും കൂടുതൽ കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ടൈം എടുത്ത് കൂടുതൽ കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആലുവയിൽ ഇന്നലെ പിടികൂടിയ ഷാജി എന്ന് പറയുന്ന ആള് ഇയാളുടെ സുഹൃത്താണോ അതോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബന്ധം? ഇയാളുടെ ബിസിനസ് പാർട്ട്ണറാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ബിസിനസ് പാർട്ട്ണറാണ്. കുടിവെള്ളത്തിൻ്റെ ഷാജിക്കും കുടിവെള്ളത്തിൻ്റെ സപ്ലൈ ഉണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താലേ കൂടുതൽ അറിയാൻ പറ്റും. വിജയകുമാർ, നിലവിൽ ഈ പ്രതി പോലീസുമായിട്ട് സഹകരിക്കുന്നില്ല. ഇതിനുശേഷം പ്രതിയെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും ഇത്ര വലിയ അളവിൽ ഈ MDMA എവിടെ നിന്ന് എത്തിച്ചു, എന്തായിരുന്നു ഈ പ്രതിയുടെ ഉദ്ദേശം? ഇതിനു മുൻപും ഈ രീതിയിൽ ഈ MDMA വിൽപ്പന നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ MDMA ഈ വലിയ തോതിലുള്ള ഈ 500 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രയധികം വില വരുന്നതാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇത്രയധികം വില ഈ MDMA ഇവിടെ മേടിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ കൊണ്ടുവെക്കാൻ വേണ്ടി മാത്രം ഇയാൾക്ക് എവിടെ നിന്ന് പണം ലഭിച്ചു?
ചോദിച്ചു. ഈ ഒരു ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതൊരു വാട്ടർ സപ്ലൈ ആണ്. അപ്പം അത് മാത്രമല്ല ഇന്നലെ ഈ പ്രതിയുടെ ഒരു സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ണറായിട്ടുള്ള ഷാജി എന്ന് പറയുന്നയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഇടയിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ പ്രതിയിൽ നിന്ന് തന്നെ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ പ്രതി ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഈ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ ചോദ്യം ചെയ്യലിനൊടുവിലായിരിക്കും എന്താണ് എന്നുള്ള കാര്യം പൂർണ്ണ വിവരം നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൊച്ചി സിറ്റി പോലീസിന്റെയും ഡാൻസർ സംഘത്തിന്റെയും നർക്കോട്ടിക്സ് വിഭാഗത്തിന്റെയും വലിയ തരത്തിലുള്ള ഒരു പരിശോധന, അല്ലെങ്കിൽ ഈ കൊച്ചി സിറ്റിയിൽ നിന്ന് ഈ രീതിയിലുള്ള ലഹരി വിൽപ്പന അപ്പാടെ തുടച്ചു മാറ്റുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നടത്തിയ ഒരു പരിശോധനയിലാണ് വലിയ അളവിൽ, അത് ചെറുതും ഒന്നുമല്ല, 500 ഗ്രാം MDMA ആണ്. 500 ഗ്രാം MDMA ഈ കറുകപ്പള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിജയകുമാർ. എസ് 500 ഗ്രാം നേരത്തെ ആൻമരിയ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്, വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് 500 ഗ്രാം MDMA. അത് പിടികൂടിയിട്ടുണ്ട്. ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് രാവിലെ പരിശോധിക്കുകയായിരുന്നു. അതിൽ മുഹമ്മദ് നിഷാം എന്ന പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച്, ഇയാളുടെ മറ്റു ബന്ധങ്ങളൊക്കെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിനാണ് കൊച്ചി പോലീസ് ഒരുങ്ങുന്നത്. എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ഇന്ന് മരടിൽ 5 ഗ്രാം ഹെറോയിൻ, ആലുവ മുട്ടത്ത് 47 ഗ്രാം MDMA, അങ്ങനെ ലഹരി വേട്ടയാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. അപ്പോൾ ശ്യാംകുമാർ മറ്റു വിവരങ്ങൾ നൽകും. ശ്യാമ, ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി, ഇപ്പോൾ കറുകപ്പള്ളിയിൽ 500 ഗ്രാം MDMA എന്ന് വെച്ചാൽ സമീപ ദിവസങ്ങളിൽ പിടിച്ച ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയാണ്. അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്, വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ്. ഒപ്പം ആലുവയിലും മരടിലും സമാനമായി അത്രയും അളവില്ലെങ്കിലും വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരി പിടികൂടിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്യാമ? വിജയകുമാർ, കൊച്ചി നഗരത്തിൽ ഈയിടെ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇന്ന് രാവിലെ കൊച്ചി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കറുകപ്പള്ളിയിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 500 ഗ്രാം MDMA, അത് ഏകദേശം 20 ലക്ഷം രൂപയോളം വില വരുന്ന MDMA ആണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്താനാണ് പ്രതി ഈ MDMA സൂക്ഷിച്ചത് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ രണ്ടാമത്തെ പരിശോധനയിലാണ് 5 ഗ്രാം ഹെറോയിനുമായി 2 അസം സ്വദേശികളെ മരട് പോലീസ് പിടികൂടിയത്. ആലുവയിലും 47 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ ലഹരിക്കെതിരായിട്ട് വലിയ ഒരു വേട്ട നടക്കുമ്പോഴാണ് ഇന്ന് രാവിലെ 20 ലക്ഷം രൂപയോളം വരുന്ന MDMAയുമായി ഒരു പ്രതിയെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. അല്പസമയത്തിനകം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്.